SDP പൂന നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കീഴടം, ഇരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സുബേർ വെള്ളാപ്പള്ളി, സെക്രട്ടറി ജലീൽ KKP, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം എന്തുകൊണ്ട്? നമുക്കറിയാം, 2020 മുതൽ ഈരാറ്റുപേട്ട UDF ഭരണ സംവിധാനമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഈ ഈരാറ്റുപേട്ടയിൽ ദിനംപ്രതി ആയിരക്കണക്കിന് ആൾക്കാർ വാഗമണ്ണും ഇല്ലിക്കക്കല്ലും അതുപോലെ ഹൈറേഞ്ചിൻ്റെ പ്രധാന സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു പട്ടണമായ ഈരാറ്റുപേട്ടയിൽ പൊതുജനത്തിന് ആവശ്യമായ ഒരു മൂത്രപ്പര പോലും സ്ഥാപിക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണ സംവിധാനമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, എവിടെ നോക്കിയാലും അഴിമതിയുടെ ഒരു തരംഗമാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈരാറ്റുപേട്ടയിൽ നിങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിൽ കൂടെ കണ്ട ഒരു വാർത്തയാണ്. ഇവിടെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പണം കൊടുത്താൽ എന്തും നടക്കുന്ന ഒരു സ്ഥിതി വിശേഷമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഭരണം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് ഭരണകർത്താക്കൾ ഉദ്യോഗസ്ഥന്മാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈരാറ്റുപേട്ടയിൽ ദിനംപ്രതി സ്കൂൾ കുട്ടികളും അതുപോലെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കൊക്കെയായി ആൾക്കാർ ഈരാറ്റുപേട്ടയെ സമീപിക്കുമ്പോൾ അതർ പഞ്ചായത്തിൽ നിന്നും വരുന്ന സ്ത്രീകൾക്കുൾപ്പെടെ മൂത്രമൊഴിക്കാൻ പോലും ഒരു മൂത്രപ്പുരയില്ലാത്ത ഒരു നാടായി ഈ ഗ്രാമം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താണ്? ഈ ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കുമ്പോൾ പൊളിച്ചാൽ ഉടൻ തന്നെ തറക്കല്ലിട്ട് അത് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബസ് സ്റ്റാൻഡ് പൊളിച്ചു. ആ ബസ് സ്റ്റാൻഡ് പൊളിക്കുമ്പോൾ SDP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, ഈ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഈ സ്റ്റാൻഡ് പൊളിക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വികസനത്തിന് എതിരാണ് എന്ന് പറയുകയും അങ്ങനെ ആ ഭരണ സംവിധാനത്തിൽ ബസ് സ്റ്റാൻഡ് പൊളിച്ച് നീക്കി. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പൂഞ്ഞാറ് അവിടെ മേഖലയിൽ നിന്ന് MS ജംഗ്ഷൻ വരെ വേണമെങ്കിൽ നമ്മളിന്ന് ഒരു സാധാ സ്കൂട്ടറിൽ പോയാൽ പോലും അവിടെ അരമണിക്കൂറിൻ്റെ മേളിൽ ബ്ലോക്ക് ആയിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ രാവിലെ 9 മണി മുതൽ 10 മണി വരെ സ്കൂൾ ടൈം കോളേജ് കുട്ടികളെല്ലാം വരുന്ന സമയത്ത് ബസ് അവിടെ ഇട്ട് റിവേഴ്സ് ഇട്ട് തിരിച്ച് ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമുക്കറിയാം. ഈരാറ്റുപേട്ടയിൽ ഇതിനു മുമ്പ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് സുസ്ഥിരമായ ഒരു ഭരണം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ഇവിടെ അവിശ്വാസ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ചെയർമാൻമാരെ മാറ്റിക്കൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ UDF ഭരണസമിതിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 4.5 വർഷം കഴിഞ്ഞ് പിന്നിടുമ്പോഴും സുസ്ഥിരമായ ഭരണം നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് ഒരു മൂത്രപ്പുര പോലും ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? നമുക്കറിയാം, ഈ പാവങ്ങൾക്ക് ഇതിനു മുമ്പിരുന്ന 2015 മുതൽ ഇരുന്ന ഭരണ സംവിധാനത്തിൽ ഞങ്ങളുടെ വാർഡ് ഉൾപ്പെടെ ഈരാറ്റുപേട്ടയിലെ 8ഓളം വാർഡുകളിൽ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്ന ആശ്രയ കിറ്റ്, അതിന് ഏതെങ്കിലും 2020 ശേഷം ഈ ചെയർമാനിൻ്റെ പുതിയ ഭരണസമിതി വന്ന് ചെയർമാനായതിനു ശേഷം ഏതെങ്കിലും ഒരു വാർഡിൽ ഈ പാവങ്ങൾക്കുള്ള ആശ്രയ കിറ്റ് പോലും മുടക്കിക്കൊണ്ട് ടൗൺ നവീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കിലൊരു കുളം അത് പൊളിച്ചിട്ട് ചുമ്മാ അത് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈരാറ്റുപേട്ടയിലെ പ്രബുദ്ധരായ ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് SDP ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ഞാൻ എന്നിരുന്നാലും എൻ്റെ സഹപ്രവർത്തകർ, മുൻ കൗൺസിലർമായ അവരുടെ കാലഘട്ടങ്ങളിൽ നടന്ന വികസനവും ഇപ്പോഴത്തെ വികസനവുമൊക്കെ താരതമ്യം ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി ഇങ്ങനെ പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഞാൻ ബഹുമാന്യ പ്രസിഡന്റ് നിങ്ങളോട് പറയുകയുണ്ടായി.
കഴിഞ്ഞ 4.5 വർഷക്കാലത്ത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ UDF ഭരണസമിതിയുടെ അഴിമതിയെയും കെടുകാര്യസ്ഥതയും കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലം സമയാസമയങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുകയും എതിർക്കേണ്ട എല്ലാ വിഷയങ്ങളിലും പാർട്ടിയുടെ കൗൺസിലർമാർ ശക്തി എതിർത്തിട്ടുണ്ട് എങ്കിൽ പോലും ഈരാറ്റുപേട്ട നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം UDF ഉള്ള കാരണത്താൽ ജനസേവന മേഖല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പൂർണ്ണ മേഖലയിൽ നിന്നും പൂർണ്ണമായി പിന്മാറുകയും ഇവിടെയുള്ള ഫണ്ട് ദുർവിനിയോഗം ചെയ്യുകയും ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം കൊണ്ട് 50 വർഷത്തെ കോട്ടം നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യം ചെന്നെത്തിയിരിക്കുന്നത്. ഞാനത് പറയാനുള്ള കാരണം 40 വർഷം 50 വർഷം പഴക്കമുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചു. ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ കുറിച്ച് കഴിഞ്ഞ നഗരോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊക്കെ സപ്ലിമെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 23 കോടി രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വിത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉടൻ പണി ആരംഭിക്കുമെന്ന് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ പബ്ലിഷ് ചെയ്യുകയും അതിന് 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അവിശ്വാസ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനത്തിൽ ഇന്നത്തെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ 8 കോടി രൂപയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് വരുന്നതെന്നുള്ള വാഗ്ദാനം നമുക്ക് നൽകിയെങ്കിൽ പോലും ഇന്നത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 4 വർഷക്കാലവും ഈരാറ്റുപേട്ട ജനങ്ങൾക്ക് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 6 മാസം കൂടുമ്പോൾ ഉള്ള പത്രസമ്മേളനങ്ങളിലുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ്. ഈരാറ്റുപേട്ട നഗരസഭ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് അത് കാലപ്പഴക്കത്തിൽ ജീർണിച്ചത് കൊണ്ട് പൊളിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ഫിറ്റ്നസ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പൊളിക്കുന്ന കാര്യം ഈരാറ്റുപേട്ടയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എതിർത്തിട്ടില്ല. പക്ഷെ അതോടൊപ്പം എല്ലാ പാർട്ടികളും ജനങ്ങളും വെച്ചൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. മറിച്ച് അതിനുള്ള സംവിധാനം ജനങ്ങൾക്ക് സൗകര്യപ്രദമായ സംവിധാനം കാണണം. ഒരു സംവിധാനം കണ്ടില്ല എന്ന് മാത്രമല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു കുളം കുത്തിയിടുകയാണുണ്ടായത്. നിങ്ങൾക്ക് പോയി കാണാം. ഇന്ന് ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള മുഴുവൻ കച്ചവടക്കാരും ദിവസവും പ്രായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ കടയിലേക്ക് ഒരാൾ കയറാൻ നിവൃത്തിയില്ല. അവിടെ വരുന്ന യാത്രക്കാർക്ക് ഒരു മൂത്രപ്പരയിൽ പോകുമ്പോൾ സംവിധാനം ഇല്ലാത്തതിന്റെ പേരിൽ ഓരോ കടകളിലും കയറിയിട്ട് ഇതിനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ കടക്കാരിന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അടിയന്തരമായി കമ്മിറ്റി കൂടി 6 ലക്ഷം രൂപ അനുവദിക്കുകയും ആ 6 ലക്ഷം രൂപ മുടക്കി ഇപ്പം അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ പൈസ എല്ലാം 6 ലക്ഷം മേടിച്ചോണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ 6 ലക്ഷം രൂപ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 5 ലക്ഷം 6 ലക്ഷം രൂപ അനുവദിച്ചതാണ്. അനുവദിച്ചപ്പോൾ ഇപ്പോൾ അവിടെ ഒരു 4 കാലിൽ ഒരു ടിൻ ഷീറ്റ് നിൽപ്പുണ്ട്. അതിനിപ്പം 4-5 ലോഡ് മക്ക് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കാണാവുന്ന കാഴ്ച പോയി കണ്ടാൽ അറിയാം. ഈരാറ്റുപേട്ട നഗരസഭയിലെ പ്രധാനപ്പെട്ട ഒരു ടൗണിന്റെ പ്രധാന ഭാഗത്തിന്റെ അവസ്ഥയാണ്. ഇത് മാത്രമാണോ? ഈരാറ്റുപേട്ട നഗരസഭയിൽ ഏതെങ്കിലും ഒരു സേവന പ്രവർത്തനങ്ങൾക്ക്, കാരണം ഒരു നഗരസഭയിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് ആഗ്രഹിക്കുന്ന സേവന മേഖലയിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഈരാറ്റുപേട്ട നഗരസഭയിൽ സേവന മേഖലയിൽ നിന്നും പൂർണ്ണമായിട്ട് പുറകോട്ട് പോയെന്ന് മാത്രമല്ല, ആ സേവന മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് പ്രത്യേക നിബന്ധന കൂടെ വെക്കുന്ന അവസ്ഥയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം എന്നെ മുൻ പ്രാസംഗിക സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ 250ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ ആശാ പദ്ധതിയുടെ കിറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ 250 പേർക്കുള്ള കിറ്റ് കഴിഞ്ഞ 4 വർഷക്കാലം നിർത്തിയെന്ന് മാത്രമല്ല, അത് പറയുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഫണ്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സേവന മേഖല ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ലൈഫ് പദ്ധതിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ന് ലൈഫ് പദ്ധതിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് LDFന്റെ കുടിൽകെട്ട് സമരം നടക്കുകയാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മുമ്പ്. ഇതേപോലൊരു പത്രസമ്മേളനത്തിന് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ വിഷയം ഞങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അന്ന് നിസ്സംഗത പാലിച്ചവർ, ഞങ്ങൾ പറയുന്നത് അനുകൂലമായി പ്രതികരിക്കാതിരുന്നവർ ഇന്ന് കുടിൽകെട്ട് സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യം എത്തി. കാരണം ഒരു DPR പാസ്സാകുമ്പോൾ ആ DPRൽ എത്ര വീടാണോ അനുവദിക്കുന്നത് ആ വീടിനുള്ള 2 കോടി രൂപ, അല്ല 2 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും 50 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിനും അന്നേരം തന്നെ പാസ്സാകുന്നതാണ്. അതിൽ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഓഹരിയാണ് 2 ലക്ഷം രൂപ നൽകേണ്ടത്. ഈ 2 ലക്ഷം രൂപ ഈ 5 വർഷം കൊണ്ട് 10-300 വീട് കൊടുക്കാൻ 1 കോടി രൂപ വെച്ച് പ്രോജക്റ്റിൽ മാറ്റിവെക്കുകയാണെങ്കിൽ 10-250-300 വീട് കൊടുക്കാൻ കഴിയും.
പക്ഷേ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടില്ല, ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലത്ത്, കഴിഞ്ഞ UDF ഭരണസമിതി, കഴിഞ്ഞ UDF വീണ്ടും അധികാരത്തിൽ വന്ന്, LDF ഭരണസമിതി UDF അധികാരത്തിൽ വന്ന്, അന്ന് അവരെടുത്ത DPR-ൽപ്പെട്ട PMI പദ്ധതിയിൽപ്പെട്ട 136 പേരിൽ ഇവർ 56 പേർക്കാണ് വീട് കൊടുത്തിട്ടുള്ളത്. ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് വീട് കൊടുക്കുന്നതുമായിട്ട് ചർച്ച ഇപ്പം തീവ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ സെക്രട്ടറിയുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും, സെക്രട്ടറി നമുക്ക് വീട് കൊടുക്കാം, 10-30 വീട് കൊടുക്കാനുള്ള ഫണ്ട് കഴിഞ്ഞ തവണ വീട് കൊടുക്കുവാനായിട്ട് ലോൺ എടുത്തിരുന്നു, അടുത്ത വായ്പ എടുത്തതിന്റെ ഭാഗമായിട്ട് 50-60 ലക്ഷം രൂപ കിടപ്പുണ്ട്, നമുക്കതുകൊണ്ട് ആ വീട് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും അത് പ്രകാരം കൊടുക്കാനുള്ള തീരുമാനമാവുകയും ചെയ്തപ്പോൾ സെക്രട്ടറി ഒരു കാര്യം സൂചിപ്പിച്ചു. അതായത് ഈരാറ്റുപേട്ട നഗരസഭയിൽ മുമ്പ് വീട് കൊടുത്തപ്പോൾ അന്നത്തെ സെക്രട്ടറി പറഞ്ഞിരുന്നത് ഈ വീട് 7 വർഷത്തേക്ക് വിൽക്കാൻ പാടില്ല എന്നും, 7 വർഷത്തേക്ക് വിൽക്കാതിരിക്കുന്നതിന് വേണ്ടി ആധാരം മേടിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കാൻ തയ്യാറാകുള്ളൂ എന്ന് സെക്രട്ടറി പറഞ്ഞതിന്റെ പേരിൽ അന്ന് വീട് കൊടുത്ത അന്നത്തെ ഭരണസമിതി അതിന് അനുകൂലമായി നിൽക്കുക, അന്നത്തെ ഭരണസമിതി മുഴുവൻ അംഗങ്ങൾക്ക് അനുകൂലമായി അനുകൂലിക്കുകയും, കാരണം ഒരു പ്രോജക്റ്റ് നടക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയെ സംബന്ധിച്ചോളം ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് അന്ന് ആധാരം മേടിച്ചു വെക്കാൻ അനുകൂലമായി നിൽക്കുകയും, ഇപ്പോഴത്തെ പുതിയ സെക്രട്ടറി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 7 വർഷം 8 വർഷമായിട്ടുണ്ട്, നമുക്ക് ആധാരം മേടിക്കാതെ കൊണ്ട് എഗ്രിമെന്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് വീട് കൊടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഇല്ല, ഇനിയുള്ളവരോടും ആധാരം മേടിച്ച് വെച്ചതിന് ശേഷമേ വീട് കൊടുക്കാവുന്നുള്ള അവസ്ഥ കടുംപിടുത്തത്തിലാണ് ഇന്ന് ഭരണസമിതി. അതുകൊണ്ടാണ് ഇപ്പോൾ PMAയുടെ ബാക്കിയുള്ള വീട് കൊടുക്കാൻ കാളിദാസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് കണക്കൂട്ടണം. 7 വർഷത്തിന് മുമ്പ് ആധാരം മേടിച്ച് വെക്കുമ്പോൾ അന്ന് ഒരു വീട് പണിയണമെങ്കിൽ 1000 രൂപ സ്ക്വയർ ഫീറ്റ് ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് 2000 രൂപയ്ക്ക് പോലും പണി തീരാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നൊരു വീട് അനുവദിക്കുന്ന ഒരാളുടെ ഈ 4 ലക്ഷം രൂപയ്ക്ക് വീട് തീരാതെ ഒരു ലോൺ വെക്കണമെങ്കിൽ ആധാരമില്ലാതെ അദ്ദേഹം നെട്ടോട് പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ. കാരണം ഇത് പറയാനുള്ള കാരണം ഈ സെക്രട്ടറി പൂർണ്ണമായിട്ടും ആധാരമില്ലാതെ തന്നെ എഗ്രിമെന്റ് ബിൽ പൈസ കൊടുക്കാൻ തയ്യാറാണ്. മാത്രമല്ല, കഴിഞ്ഞ 2017 ഒക്ടോബർ മാസം മുതൽ ഇവിടെ എഗ്രിമെന്റ് വെച്ചിട്ടുള്ള മുഴുവൻ ആധാരം തിരിച്ചു കൊടുക്കുവാനും സെക്രട്ടറി തയ്യാറാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി ഭരണസമിതി പറയുന്നത് ഇപ്പം കൊടുക്കാറായിട്ടില്ല എന്നാണ് പറയുന്നത്. 8 വർഷമായി അവർക്ക്. എനിക്ക് ബലമായ സംശയമുള്ള സ്വന്തം സംശയമാണ്, ഇനി ആധാരമുണ്ടോ അതും ഇനി വല്ല ഭാഗ്യം പഠനത്തിലാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ജനങ്ങളുടെ ആധാരം കൊടുക്കാൻ സെക്രട്ടറി തയ്യാറാണ്. പക്ഷേ ഭരണസമിതിനെ ഒരു തീരുമാനം എടുക്കാനോ കൊടുക്കാൻ തയ്യാറുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അത് PMAയുടെ അവസ്ഥയാണെങ്കിൽ ലഹി പദ്ധതിയെക്കുറിച്ച്, ലഹി പദ്ധതി 450ഓളം വീടുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. ആ 4 വർഷമായിട്ട് ഒരു വീട് കൊടുക്കാൻ തയ്യാറായിട്ട്, ഒരു വീട് കൊടുക്കാൻ ചർച്ചയിൽ പോലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല പറയുന്നത് അതിന് ഫണ്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ വീട് മെയിൻ്റനൻസോ ബാത്റൂം മെയിൻ്റനൻസോ എന്ത് കാര്യങ്ങളെടുത്തോ, അതായത് സേവന മേഖലയിലുള്ള ഒരു പരിപാടിക്കും തയ്യാറില്ല. അവർ പറയുന്നത് പണ്ട് മുൻ ഭരണസമിതി 700ഓളം വീട് കൊടുത്തപ്പോൾ 10 കോടി രൂപ ലോൺ എടുത്തു, ആ ലോൺ എടുത്തുകൊണ്ട് ഞങ്ങൾ അടയ്ക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഫണ്ടില്ലാത്തതെന്ന് ഇവർ പറയുന്നത്. നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം, അതൊന്ന് വിശദമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 10 കോടി രൂപ അന്ന് സർക്കാർ, 11 കോടി രൂപ സർക്കാർ അനുവദിക്കുന്നത് ഒരു പൈസ പലിശയില്ലാതെ 15 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന വ്യവസ്ഥയിലാണ് അന്ന് സർക്കാർ പൈസ തരുന്നത്. പലിശയില്ലാതെ 11 കോടി രൂപയുടെ പ്രോജക്റ്റ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് കിട്ടുമ്പോൾ ഇനി ഭാവിയിൽ വരുന്ന ഭരണസമിതിക്ക് വേണ്ടി ഇത് നടപ്പാക്കാതിരിക്കണതാണോ ചെയ്യേണ്ടത്? ഇവർ പറയുന്നത് പോലെ. മാത്രമല്ല, ആദ്യം 65 ലക്ഷം രൂപയായിരുന്നു, ഇപ്പൊ 50-60 ലക്ഷം രൂപയാണ് ഒരു വർഷം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി തിരിച്ചടക്കേണ്ടത്. അപ്പോൾ 7.25 കോടി രൂപയുടെ പ്രോജക്റ്റ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് 7.25 കോടി രൂപയുടെ പ്രോജക്റ്റ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് അനുവദിക്കുമ്പോൾ സർക്കാർ തരുന്ന പൈസ 50 ലക്ഷം രൂപ സർക്കാർ തിരിച്ചു പിടിക്കുക മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ നിന്ന് ആരും പൈസ ഒന്നും കൊടുക്കണ്ട, ഇവിടെ നീതി പിടിച്ച് കൊടുക്കുകയും വേണ്ട, ഇവിടെ തിരിച്ചാൽ അടയ്ക്കാറുമില്ല. 3.25 കോടി രൂപ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നപ്പോഴാണ് കഴിഞ്ഞ കാല ഭരണസമിതി ഇവിടെ വീട് കൊടുക്കുകയും വീട് മെയിൻ്റനൻസ് കൊടുക്കുകയും ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയും ഡംപിംഗ് യാർഡ് നിർമ്മിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള 3.25 കോടി രൂപ വെറും പ്രോജക്റ്റ് ഉള്ളപ്പോഴാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയ 2020 മുതലുള്ള പ്രോജക്റ്റ് നോക്കുക, 7.25 കോടി നൽകിയിട്ടുള്ള 8.5 കോടി രൂപ പ്രോജക്റ്റാണ്. ഈ 8.5 കോടി രൂപ പ്രോജക്റ്റ് ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വാർഡിൽ ഇപ്പൊ മിക്കവാറും വാർഡ് സഭയുമായിട്ട് ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഗുണഭോക്തൃ ലിസ്റ്റ് എടുക്കുന്ന സമയമാണ്. പലരും ഗുണഭോക്തൃ ലിസ്റ്റ് പലരും കണ്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കിട്ടുന്നതൊക്കെ നിങ്ങൾക്കറിയുമോ? പച്ചക്കൃത്തി
വാഴവിത്ത്, പിന്നെ പെണ്ണാട്, ഇങ്ങനെയുള്ള മൂന്നാലുള്ളതല്ല. അതുകൊണ്ട് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ നിന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നുമില്ല. കാരണം ഇതിന്റെ കൃത്യമായിട്ടും അച്ചടിച്ച എന്തൊക്കെയാണ് കിട്ടുന്നുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കിട്ടും. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കിട്ടിയാൽ വാർഡ് കൗൺസിലറോട് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടീസ് കിട്ടും, ഇത്തരത്തിൽ സാധനങ്ങളുണ്ട് എന്നുള്ളത്. നിങ്ങളിത് വായിച്ചൊക്കെ അറിയാം. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 8 കോടി രൂപയുടെ പ്രോജക്റ്റിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ജനങ്ങൾക്ക് കിട്ടുന്ന പ്രോജക്റ്റുകളാണ്. ഇപ്പൊ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങള് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് വരിക, സെക്രട്ടറിയുമായിട്ട് കണ്ട് സംസാരിക്കുക, നിങ്ങളുടെ ആധാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, നിങ്ങളുടെ ആധാരം തിരിച്ചു കൊടുക്കുക. കാരണം സെക്രട്ടറി തരാൻ തയ്യാറാണ്. സെക്രട്ടറി തിരിച്ചു കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ മുനിസിപ്പൽ ഭരണസമിതി അത് കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. 8 വർഷമായിട്ടുണ്ട്. ഓരോ കാരണം, അതായത് എഗ്രിമെന്റിന്റെ കാരണം ഓരോ കാരണങ്ങൾ പറയുകയാണ്. പക്ഷെ സെക്രട്ടറി പറയുന്നു ന്യായമായിട്ട് 50 രൂപ പേപ്പറിലോ 100 രൂപ പേപ്പറിലോ വെള്ള പേപ്പറിലോ ഒരു എഗ്രിമെന്റ് വെച്ചാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് സെക്രട്ടറി പറഞ്ഞു. ചെയ്യാൻ തയ്യാറില്ല. 700ഓളം കുടുംബങ്ങൾക്ക് ആധാരം കിട്ടണം, ഇനി 31 കുടുംബങ്ങൾക്ക് വീട് കിട്ടണം. ആ വീട് കിട്ടണമെങ്കിൽ ആധാരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഫണ്ടുകളെ കുറിച്ചും ഇതെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ നികുതി പിരിവിനെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 1,20,00,000 രൂപ നികുതിയെങ്കിൽ ഇപ്പൊ അത് 3 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആ 3 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുള്ളത് ഇവിടെയുള്ള കെട്ടിടങ്ങൾക്കും ഇപ്പൊ നിലവിൽ നികുതി കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ നികുതികളാണ്. ഈരാറ്റുപേട്ടയിലെ പ്രമുഖ തിയേറ്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് 10-35 ലക്ഷം രൂപ ഓരോ സ്ഥാപനങ്ങൾക്കും കുടിശ്ശികയുള്ള സ്ഥാപനങ്ങൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുണ്ട്. അവർക്കെതിരെ ഒന്നും നോട്ടീസില്ല. മറിച്ച് 2 മുറിയും വീടുമായിട്ടിരിക്കുന്ന ഒരാൾക്ക് 600-700 അടക്കാനുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നികുതി അടയ്ക്കാനുള്ള നോട്ടീസ് വരും. ഈരാറ്റുപേട്ടയിൽ മുനിസിപ്പൽ പരിധിക്കുള്ളിൽ 15ഓളം ടവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ടവറിനും ഇവിടെ ഈരാറ്റുപേട്ട മുനിസിപ്പൽ നികുതിയില്ല. അതെങ്ങനെ നികുതി മേടിക്കണമെന്നുള്ള ഒരു നീക്കവും നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ആർക്കും പ്രശ്നവുമില്ല. ഇവിടെ പറയുന്നത് ഫണ്ടില്ല എന്നാണ്. ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഉള്ള സ്രോതസ്സിൽ നിന്നും ഫണ്ട് ഉണ്ടാക്കാനും ആ ജനസേവനത്തിന് വേണ്ടി ഉപയോഗിക്കാനും അല്ലെങ്കിൽ പിന്നെ ഒരു ഭരണസമിതിയുടെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്, സേവന മേഖലയിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഉള്ള ഫണ്ട് ആവശ്യമില്ലാതെ വിനിയോഗിക്കുകയും ഇപ്പൊ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ചെയ്യുന്നത് ഉള്ള സ്ഥാപനങ്ങൾ വിളിച്ച് കുളം കുത്തുക, ഉള്ള കുളം പൊളിച്ച് വീണ്ടും പണിതുകൊണ്ടിരിക്കുക. ഇതാണ് ഈ പറയുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ ഉള്ളപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് നൽകുന്നുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആലോചിക്കണം. ഈരാറ്റുപേട്ടയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് 23 കോടി രൂപ, 9 കോടി രൂപയുടെ മുനിസിപ്പൽ കോംപ്ലക്സ്, പഞ്ചായത്ത് മുനിസിപ്പൽ സ്ഥിരാകേന്ദ്ര കോംപ്ലക്സ്, 20 ലക്ഷം രൂപയുടെ കിഡ്സ് പാർക്ക്. ഇവിടെ ഈരാറ്റുപേട്ട മുനിസിപ്പൽ നമുക്കെല്ലാം വേണ്ടി എല്ലാ ആഴ്ചയാണ് ഓവർ ബ്രിഡ്ജ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പറഞ്ഞത്. ഇതിലേതെങ്കിലും ജനങ്ങൾ ഉപകാരപ്പെടുന്ന 1 രൂപയുടെ ഒരു ഷട്ടറെങ്കിലും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഈ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് പണം താണ്ടിക്കൊണ്ട്. ഈ ഫണ്ടിനെ കുറിച്ച് ഫണ്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഫണ്ടില്ല എന്ന് പറയുമ്പോൾ 3.25 കോടി രൂപയിൽ നിന്നും 7.25 കോടി മുതൽ 8 കോടി രൂപ ഒരു ഫണ്ട് വരാൻ തുടങ്ങിയിട്ടു. 1.25 കോടി രൂപയിൽ നിന്നും 3 കോടി രൂപയിലേക്ക് തനത് ഫണ്ട്, അതായത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി നികുതി പിരിവ് 3 കോടി രൂപയിലേക്ക് വർദ്ധിച്ചിട്ടു. ഇവിടെ ഫണ്ടില്ല. ഏകദേശം 10 കോടി രൂപയുടെ മുകളിൽ ഫണ്ട് ഒരു വർഷം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മറന്നിട്ട് ഈ ഫണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ട കുറെ പേരെ അവിടെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചു, ഇപ്പൊ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ചേർക്കുന്ന സമയമാണ്. എൻ്റെ വാർഡിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി UDFന് വേണ്ടി വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി താൽക്കാലിക ജീവനക്കാരനാണ്. നിങ്ങൾ സംശയം ചോദിച്ചു, എൻ്റെ വാർഡിൽ ചെയ്തിട്ടുണ്ട്. ഈ താൽക്കാലിക ജീവനക്കാരുടെ ജോലി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ വാർഡുകളിലെയും വോട്ട് ചേർക്കുന്നതിനുള്ള പ്രൂഫ് ശേഖരിക്കലും, ഇവിടെ ഒരു ആൾക്കാർ ശേഖരിച്ച് വോട്ട് ശേഖരിക്കലും, ഇവിടെ പാർട്ടി വളർത്തുന്നതിന് വേണ്ടി ആൾക്കാർ സ്വീകരിക്കലും അല്ലാതെ കൊണ്ട് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഏതെങ്കിലും താൽക്കാലിക ജീവനക്കാർ എന്തെങ്കിലും പണി ചെയ്യുന്നത് നിങ്ങൾ നോക്കും. ഇവിടെ സെക്രട്ടറി വന്നിട്ട് 1 മണിക്കൂർ ശമ്പളത്തിന് നിർത്തിയ ആള് ഫുൾ ശമ്പളം പറ്റുന്നത് കൊണ്ട് പിരിച്ചുവിട്ട് സമൂഹം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത ഭാഗത്ത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഏറ്റവും നാണക്കേട് ഉണ്ടാക്കിയ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണം നയിക്കുന്നവർ ക്ലിയർ ആണെങ്കിൽ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനും
ആ നാട്ടുകാരുടെ മുമ്പിൽ തലക്കേറാനോ പരസ്യമായിട്ട് പൈസ ആവശ്യപ്പെടുവാനോ ഇല്ലെങ്കിൽ ഭരണസമിതിക്ക് അപ്പുറത്തൊക്കെ വെച്ച് വെക്കുവാനോ ആരും തയ്യാറാവില്ല. മറിച്ച് ഇവരാണ് ആദ്യമായിട്ട് പൈസ മേടിക്കാനും പൈസ മേടിക്കേണ്ട വിഷയങ്ങളും വശങ്ങളും പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള വളം വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായി, ഉദ്യോഗസ്ഥന്മാർ പരസ്യമായിട്ട് പൈസ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറയല്ല കേട്ടോ. വളരെ ഡീസന്റ് ആയിട്ട് നമ്മൾ എന്ത് കാര്യം ഞങ്ങൾ പറഞ്ഞ വളരെ നല്ല മാന്യമായ 100 ഉദ്യോഗസ്ഥന്മാർ ഡെസ്കണക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ട്. ചിലരിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് സംഭവിക്കാനുള്ള പ്രധാന കാരണം ഈ ഭരണസമിതിയുടെ അഴിമതിക്കുള്ള കൂട്ടുനിന്നൊന്നും ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു പാർട്ടിയും നോക്കാതെ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയും നിങ്ങൾ ഭരണസമിതി അംഗങ്ങളോട് മുനിസിപ്പൽ അംഗങ്ങളോട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അർഹപ്പെട്ട സാധനങ്ങൾ കിട്ടുന്നില്ല നിങ്ങൾ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം പൊതുനിരത്തിൽ നിങ്ങളിറങ്ങി പിടിച്ചു ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യില്ല എങ്കിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. ഈ നഷ്ടപ്പെട്ട കോടികളെക്കുറിച്ച് എത്ര ചോദിച്ചാലും ഇവർക്ക് മറുപടി ഉണ്ടാവില്ല. നമുക്കറിയാം, ഈരാറ്റുപേട്ട നഗരസഭ സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭകളും പഞ്ചായത്തുകളും ഏതെങ്കിലും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈരാറ്റുപേട്ടയുടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവർ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭരണ സംവിധാനം നഷ്ടപ്പെടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും കോലം കെട്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറയാത്ത 1-2 കാര്യങ്ങൾ ഞാൻ മാത്രം പറഞ്ഞു. ഞാൻ എൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇവിടെ വാങ്ങിപ്പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2022 സംസ്ഥാന ഗവൺമെന്റ് നിലാവ് പദ്ധതിയുടെ പേരിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ 430ഓളം ഹാലിജൻ ലൈറ്റുകൾ കൊടുത്തിരുന്നു. ഈ ഹാലിജൻ ലൈറ്റുകൾ ആനിളപ്പ് മുതൽ എല്ലാ റോഡ് സൈഡ് സ്ഥാപിച്ചെങ്കിലും 3 മാസത്തിന് ശേഷം പൂർണ്ണമായും അഴിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ആകെ ഒരു ലൈറ്റാണ് പത്താഴപ്പടി പ്രദേശത്ത് കിടക്കുന്നത്. ഈ 400-ലധികം ലൈറ്റുകൾ അഴിച്ചാർത്ത് വിറ്റു എന്ന് ഈരാറ്റുപേട്ട നഗരസഭ കൃത്യമായി പറയാം. ഇത് ചുമ്മാ പറയുന്ന ഒരു സംഗതിയല്ല. നമ്മൾ കേരള സർക്കാരിന്റെ ഇതുപോലെ KSEB-യിലേക്ക്, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് അന്വേഷണം നടത്തിയാൽ പോലും ഇതിന്റെ കൃത്യമായ വിവരം കിട്ടും. ഈ ലൈറ്റുകൾ ഈ നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടിട്ട് 2.5 വർഷം പിന്നിട്ടിട്ടും ഈ ലൈറ്റുകൾ എന്തുകൊണ്ട് ഇവിടെ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല? ഒന്നല്ലെങ്കിൽ ഇവർ ലൈറ്റുകൾ വിറ്റ് പൈസ വാങ്ങി, അല്ലെങ്കിൽ ഇവർ അഴിച്ചു കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു പൈസ വാങ്ങി. സാധാരണ നഗരസഭയുടെ ഏറ്റവും ചെറിയൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ട നഗരസഭയിൽ അധികാരത്തിലെത്തുന്ന സമയത്ത് ഇവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് 10-35 കാര്യങ്ങൾ. ഒന്ന്, മനോഹരമായ ഈരാറ്റുപേട്ട നഗരസഭ. മറ്റൊന്ന്, ഇവർ പറഞ്ഞിട്ടുള്ള ഒരു ഷീ ടാക്സി, സ്ത്രീകൾക്ക് സ്വന്തമായി രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ഓട്ടോറിക്ഷ, സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷ. എന്ത് മനോഹരമായ കാഴ്ചപ്പാടുകളാണ്. അതേപോലെ ഒരു ബൈപ്പാസ് റോഡ്, അതേപോലെ മുഴുവൻ സ്ഥലങ്ങളിലും ഹാലിജൻ ലൈറ്റുകൾ, മുനിസിപ്പൽ കോംപ്ലക്സ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മറ്റ് ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ കഴിഞ്ഞ തവണ ഈ ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പുകൾ വരും, തെരഞ്ഞെടുപ്പിൽ നിന്ന് പല ആളുകളും വിജയിക്കും, അധികാരത്തിലെത്തും. പക്ഷേ മാന്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ നാടിനോടുള്ള കടപ്പാടുള്ള രാഷ്ട്രീയ കക്ഷികളെ തിരഞ്ഞെടുക്കാനും ജനങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ഇത്തരം അഴിമതിയുടെ മർഹൂം നിസാർ കുർബാനി അണ്ണൻ ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോംപ്ലക്സ് നിർമ്മാണത്തിന് 9 കോടി രൂപ അനുവദിക്കുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞതോ കളവായ കാര്യങ്ങളൊന്നുമല്ല. വാർത്താ സമ്മേളനം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവം. അദ്ദേഹം മരണപ്പെട്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം ഇട്ട തറക്കല്ല് ഇന്ന് ആ സ്ഥാനത്തുണ്ടോ എന്ന് നോക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി ഈരാറ്റുപേട്ട അധികാരത്തിലിരിക്കുക. ഈ സമയത്താണ്
അതിലും ബൃഹത്തായ വലിയൊരു അഴിമതിയുമായി ഈരാറ്റുപേട്ട നഗരസഭ മുന്നോട്ട് പോകുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 45 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നു. അന്ന് ഈ ഈരാറ്റുപേട്ട മുനിസിപ്പൽ വൈസ് ചെയർമാനും ചെയർപേഴ്സണും കൂടി ഈ റൂമിലിരുന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഉടനത് പൊളിക്കുകയും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, എൻ്റെ വാർത്താ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈരാറ്റുപേട്ടയിലെ പ്രബുദ്ധരായ സമ്മതിദായകരെ ചിന്തിക്കേണ്ട ഒരു സംഗതി, ഇന്ന് പൊളിച്ചിട്ട് 4-5 മാസം കഴിഞ്ഞു. പൊളിച്ച സ്ഥലത്ത് 6 ലക്ഷം രൂപയുടെ നഗരസഭ പ്രോജക്റ്റ് വെച്ചിരിക്കുന്നു. 23 കോടി രൂപയുടെ കോംപ്ലക്സ് നിർമ്മിക്കേണ്ട സ്ഥലത്ത് അവിടെ കുഴി കുത്തി അവിടെ CC ചെയ്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് പകരം അവിടെ താൽക്കീവികൾക്ക്, രാഷ്ട്രീയം അറിയാവുന്നവർക്കും അറിയാമേലാത്തവർക്കും അറിയാം, ജലസ്രോതസ്സിന് മേലിൽ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന സർക്കാരിന്റെ കൃത്യമായ മാനദണ്ഡം പോലും പാലിക്കാതെ ഈ 10 ലക്ഷം രൂപ ഈ കുളത്തിന് മേലിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് വെക്കുകയും പിന്നീട് അത് പല വഴിയിലൂടെ വലിച്ച് അത് സ്വന്തം പോക്കറ്റിലേക്ക് ആക്കുന്ന നടപടിക്രമങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് നടക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് 2024-25 വർഷത്തെ പ്രോജക്റ്റിൽ ആ കുളം ഉണ്ടായിരുന്ന കുള സംരക്ഷണ ഭിത്തി പൊളിച്ചു മാറ്റി അതിനിടയിലൂടെ ഒരു കുഞ്ഞു ഫില്ലർ സ്ഥാപിച്ച് അവിടെ കിടന്ന കല്ലുകൊണ്ട് മാത്രം, നിങ്ങൾ മനസ്സിലാക്കേണ്ട 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നടക്കുന്ന ഒരു പദ്ധതിയാണ് ഞാൻ പറയുന്നത്. അവിടെ ആ പൊളിച്ചു മാറ്റിയ കല്ലിൽ പുതിയ സാധാരണ നിങ്ങൾ നഗരസഭ നോക്കുകൾ അവിടെ DRന് വേണ്ടി സെപ്പറേറ്റ് പൈസ അനുവദിച്ചിട്ടുള്ളപ്പോൾ ഉണ്ടായിരുന്ന കല്ല് മാത്രം വെച്ച് കെട്ടി വീണ്ടും അവിടെ അഴിമതി നടത്തുക. ഇവരുടെ കീശ വീർപ്പിക്കുന്നതിന് പകരം ഈ അഴിമതിയിൽ നിന്ന് ഇവർ മാറി നിന്നിരുന്നു എങ്കിൽ 2017-18 കാലയളവിൽ ഈരാറ്റുപേട്ട നഗരസഭ അന്ന് മുഴുവനുള്ള രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചിരുന്നിടത്തുള്ള DPRന്റെ ഭാഗമായിട്ടുള്ള 152 ആളുകൾക്ക് ഭവനം കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2015 അധികാരത്തിലെത്തിയ ആ ഭരണസമിതി 2018 ആകുമ്പോഴേക്കും 17 ലാസ്റ്റ് ആകുമ്പോഴേക്കും 600 വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് ഈരാറ്റുപേട്ട പരിച്ചു മുടിച്ച ഒരു കക്ഷിക്ക് 52 വീടുകൾ മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നും പാവപ്പെട്ട ആളുകൾ ഈ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ഭവനത്തിൽ അവരുടെ മക്കളുമായി അവരുടെ വീടുകൾ കുഞ്ഞു കുട്ടികളുടെ തൊട്ടിലിന്റെ മുകളിൽ പോലും വെള്ളം വീണുകൊണ്ട് അവർക്കൊരു ഭവനം കൊടുക്കാനല്ല ഇവർ ശ്രമിക്കുന്നത്. ഈരാറ്റുപേട്ട നഗരസഭയുടെ സാമ്പത്തികം എങ്ങനെ കൈക്കലാക്കാമെന്നാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെ വെളിച്ചമില്ല, പല റോഡുകളും തകർന്നു കിടക്കുന്നു, നല്ല റോഡുകളില്ല. അതേപോലെ നേരത്തെ മുൻ കൗൺസിലർ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ടയ്ക്ക് നാണക്കേട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈരാറ്റുപേട്ട പരിസര പ്രദേശത്തുള്ള 10ഓളം പഞ്ചായത്തിലെ ആളുകളും മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകളും ആശ്രയിക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നാൽ മൂത്രം ഒഴിക്കാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് മൂത്രം ഒഴിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത 70 വർഷം ഭരണത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിത ഉപാധിയാക്കി മാറ്റിയ ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ആ സംഗതികളും ഇന്ന് അവിടെ ഇല്ലാതിരിക്കുന്നു. ഇന്ന് പല ആളുകളും മറ്റ് ഇതര മതവിഭാഗങ്ങൾ വന്നിട്ട് നമ്മളൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ചോദിക്കും, എവിടെയെങ്കിലും ഒന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യമുണ്ടോ? ഏതാണ്? ഈരാറ്റുപേട്ടയിലാണ് പറയുന്നത്. വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമുദായം, ഒരു സമൂഹം ഭരിക്കുന്ന ഈരാറ്റുപേട്ട നഗരസഭയിൽ സ്വന്തമായി, അതായത് ആളുകൾക്ക് വന്നിട്ട് ഒന്ന് മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ലാത്ത നഗരസഭയാക്കി ഇവർ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഈരാറ്റുപേട്ട നഗരസഭ 70 വർഷം, ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. മറ്റു പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ പരിശോധിക്കുമ്പം 70 വർഷം ഭരണത്തിലിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു വസ്തു ഈരാറ്റുപേട്ട കാണാൻ കഴിയാതെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 70 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഈ വിഭാഗത്തിന് ഈരാറ്റുപേട്ടയിൽ കാണാൻ ഞങ്ങൾ കൊണ്ടുവന്ന സ്ഥാപനം, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ബാത്റൂം, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ലൈബ്രറി, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന കുട്ടികളെ കളിക്കണം, ഇത് കിഡ്സ് പാർക്ക്, ഇന്ന സംഭവം, ജിംനേഷ്യം, ഇങ്ങനെ പറയാൻ ഒരു സ്ഥാപനം പോലും ഇന്ന് ഈരാറ്റുപേട്ടയിലില്ല. ഈ വാർത്താ സമ്മേളനം കാണുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടുണ്ടാകും.
അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്ത ബോധം നിറവേറ്റിക്കൊണ്ട് 70 വർഷക്കാലം ഞങ്ങൾ നടത്തിയ വികസനം ഇന്നതൊക്കെയാണെന്നും, അല്ല ഈരാറ്റുപേട്ടയിലുള്ള കെട്ടിടങ്ങൾ കാണിച്ചിട്ട് ഈരാറ്റുപേട്ടയ്ക്ക് വലിയ പട്ടണമാണ്, ഞങ്ങളാണ് ഈരാറ്റുപേട്ട ഭരിക്കുന്നതല്ല, മറിച്ച് ഈരാറ്റുപേട്ടയിൽ സർക്കാർ തലത്തിൽ, ഗവൺമെന്റ് തലത്തിൽ, പിന്നെ തദ്ദേശ സ്വയംഭരണം ത്രിതല പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇപ്പോൾ അർബൻ അഫയേഴ്സിന്റെ പേരിലും ഈരാറ്റുപേട്ടയിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം ഈ സമയം വരെ കൊണ്ടുവരാൻ കഴിയാത്ത ആളുകളാണ്. കാലാകാലങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സ്വഭാവം വാർഡ് വിഭജനമാണ്. അവർക്ക് വിജയിക്കില്ല എന്ന് ബോധ്യമാകുമ്പം ചില സ്ഥലങ്ങളിലെ ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെയെല്ലാം കൂടെ വെട്ടിമാറ്റി അവിടെ കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഇപ്പം ചെറിയൊരു പരിപാടിയാണ്, കുറച്ച് ആളുകൾ അവിടെ കൂടെ താമസിപ്പിക്കുന്നു, അവിടെ മത്സരിക്കുന്നു. ഇങ്ങനെ ഭരണം കാലാകാലങ്ങളിൽ കൊണ്ടു നടക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഭരണാധികാരികളും പിന്നെ അതിന്റെ പിന്നാലെ ചൂട്ടുപിടിച്ച് നഗരസഭയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 20ഓളം ആളുകൾ ഒരു തൊഴിലുമില്ലാതെ കഴിഞ്ഞ 4 വർഷമായി വെള്ളച്ചട്ട കൊണ്ട് നടക്കുക. ഈ നഗരസഭയിൽ ഒരു സാധാരണ ജനങ്ങൾക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നഗരസഭയിൽ വരുമ്പം അവിടെ അവരെ തട്ടിയിട്ട് നടക്കാൻ കഴിയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് കടക്കാത്തത്. എത്ര ആളുകളാണ് ഒരു ജോലിയും ചെയ്യാത്ത ശമ്പളം വാങ്ങുന്ന ആളുകൾ? ഇവിടെ നേരത്തെ ആരോ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഇവിടുത്തെ നഗരസഭാ ജോലിക്കാരുടെ ജോലി എന്താ? രാവിലെ വോട്ട് ചേർക്കല്, വീടുകളിൽ ചെന്ന് നടക്കല്, അവരുടെ പ്രൂഫ് വാങ്ങല്, അതേപോലെ പിന്നെ മറ്റു സംവിധാനങ്ങൾ ഒരുക്കുക. ഇതൊക്കെയാണ് ഒരു നഗരസഭ. നമ്മുടെ ശമ്പളം 18,000 രൂപ 20,000 രൂപ ശമ്പളം വാങ്ങുന്ന നഗരസഭയിലെ ഒരു ജോലിക്കാരന്റെ കാര്യങ്ങളായി പറയുന്നത് ഒരാളല്ല, നിരവധി ആളുകൾ. ഈ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പാവങ്ങളുടെ ഇത്തരം വിഷയം ഇത്രയും ആർജവത്തോടെ വോട്ട് ചേർക്കാനും ഫീൽഡിൽ നടക്കുന്ന ആളുകൾക്ക് പാവങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ആ പാവങ്ങൾക്കൊന്ന് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, അവിടെ നനഞ്ഞൊലിക്കുന്ന വീടുകൾ എക്സ്റ്റൻസ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു മെയിൻ്റനൻസിന് വേണ്ടി, അവിടെ ബാത്റൂം പൊട്ടിപ്പൊളിഞ്ഞു പോയ ബാത്റൂം ഒന്ന് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞ 2020 തൊട്ട് 2025 ഈ സമയം വരെ ഈ നഗരസഭ ഭരണസമിതിയെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഇതിൽ വെല്ലുവിളിക്കുകയാണ്. ഒരാൾ പോലും ഒരു ബാത്റൂം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക്. ഇവർ പിന്നെ എന്ത് ഭരിക്കുകയാണ് ഇവിടെ? കഴിഞ്ഞ 20 കാലങ്ങൾ ഇവരെന്താണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതി എന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആളുകളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവരെ മുച്ചോട് ഇവരെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഈ നഗരസഭ, ഈ നാട് നന്നാവൂ എന്ന് കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഒരു കൃത്യമായ ബോധത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയും വളരെ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക ഈരാറ്റുപേട്ട. ഇതിന് ബദലായി ഒരു രാഷ്ട്രീയ സംഘത്തെ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ മാറി മാറി അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈരാറ്റുപേട്ട നഗരസഭ കൃത്യമായി വികസനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ 50 വർഷം പിന്നിലാണ്. എല്ലാ നഗരസഭയെ സംബന്ധിച്ച് ഒരു കാലത്ത് കാഞ്ഞിരപ്പുള്ള അംഗീകാരം ഈ നഗരസഭ ഒരാൾക്ക് പോലും ലൈഫിൽ വീട് കൊടുത്തിട്ടില്ലല്ലോ. ഇതാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളുകളെ കൂടെ കണ്ടെത്തേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ട്. അതിൽ കൂടുതലായി ഒത്തിരി കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഈ വാർത്താ സമ്മേളനം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ കാലങ്ങളിൽ, ഈ വരുന്ന കാലങ്ങളിൽ നിങ്ങൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗത്തുണ്ടായാൽ ഈരാറ്റുപേട്ട അതിവേഗം വളരുന്ന ഒരു നഗരമായി മാറും എന്ന ഉത്തമ വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു.